എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. കോവിഡ് കാലമല്ലേ, എല്ലാവരും നന്നായി ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അബ്ദുൾ റഷീദ് സാറ് പങ്കെടുത്തിരുന്ന ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഹൃദയ, ഈ ഒരാഴ്ച നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അനുഭവങ്ങളുള്ള ദിവസങ്ങളായിരുന്നു. അതെ, ഏറെ കാലങ്ങളായുള്ള നമ്മുടെ വലിയ ഒരു ആഗ്രഹം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മുടെ കൂടെ ഇപ്പോൾ ആയിഷ ലൈനിലുണ്ട്. നമുക്ക് ആയിഷയോടൊന്ന് ചോദിച്ചു. ഹൃദയ, ഒരു നാടിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് പൂർണ്ണ നൽകിക്കൊണ്ടുള്ള കാഴ്ചയാണ് കഴിഞ്ഞയാഴ്ച നാം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ടത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അക്ഷരജാലകത്തിലൂടെ അറിവിന്റെ വാതായനങ്ങളിലേക്ക് നയിച്ച പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഹൈടെക് ക്ലാസ് മുറികളുമായി കിഴക്കൻ എറനാടിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ശിരസ്സുയർത്തി നിൽക്കുകയാണ്. സ്കൂളിന്റെ ഹൈടെക് യുഗത്തിലേക്കുള്ള നാൾവഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം. പൂർവകാല ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ തെളിയുന്ന ചിത്രങ്ങൾ ആ കാലഘട്ടവുമായി ചേർത്ത് വായിക്കപ്പെടേണ്ടത് തന്നെയാണ്. പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഈ ഏക വിദ്യാലയമായിരുന്നു അന്ന് മിക്ക വിദ്യാർത്ഥികൾക്കും ആശ്രയമായിരുന്നത്. കറുകമണ്ണ ഗോവിന്ദൻ മുസദ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സ്കൂൾ സ്ഥാപിതമായത്. കിഴക്കൻ ഏറനാടിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. മണ്ണിന്റെ മണവും പ്രകൃതിയുടെ പച്ചപ്പും പുഴയിലെ തെളിനീരിന്റെ കുളിർമയും ഇഷ്ടപ്പെട്ടിരുന്ന കാർഷിക സംസ്കാരം കാത്തു സൂക്ഷിച്ചിരുന്ന ആ പഴയ തലമുറ. എത്രയോ കാലം നടന്നാണ് പല കുട്ടികളും സ്കൂളിൽ എത്തിച്ചേർന്നിരുന്നത്. വലിയ വിഷമങ്ങൾ തരണം ചെയ്താണ് ഓരോ വിദ്യാർത്ഥിയും അറിവിന്റെ ലോകം കൈയടക്കി പടിയിറങ്ങി പോയിട്ടുണ്ടാവുക. ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറികളിൽ, പൊട്ടിപ്പൊളിഞ്ഞ നിലത്ത്, ആണിയിളകിയ ബെഞ്ചിലിരുന്നാണ് ഒരുമിച്ച് പാഠങ്ങൾ പഠിച്ചു തീർത്തത്. ക്ലാസ് മുറികളിൽ ഉൾക്കൊള്ളാനാവുന്നതിലേറെ കുട്ടികൾ ഷീറ്റിട്ട മേൽക്കൂരയ്ക്കടിയിൽ വിയർത്തുരുകി അസ്വസ്ഥതയോടെ ഇരുന്ന മണിക്കൂറുകൾ, ചുമരില്ലാതെ വേർതിരിക്കപ്പെട്ട ക്ലാസ് മുറികളിലെ ശബ്ദകോലാഹലങ്ങൾ, ശുചിമുറികളുടെ അപര്യാപ്തത, വൃത്തിഹീനമായ അന്തരീക്ഷങ്ങൾ, അങ്ങനെ നീണ്ട നീണ്ട പരാതികളായിരിക്കും സ്കൂളിന് പറയാനുണ്ടാവുക. ഇന്ന് എല്ലാം പഴങ്കഥകളായിരിക്കുന്നു. കാലം കടന്നു പോകുന്നതിനോടൊപ്പം പല മാറ്റങ്ങളും സ്കൂളിനും വന്നു ചേർന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പിന്തുണയോടെ പതുക്കെ പതുക്കെ കെട്ടിടങ്ങൾ നവീകരിക്കുകയും പുതിയവ കെട്ടിപ്പൊക്കുകയും ഉണ്ടായി. ഏറ്റവും ഒടുവിലിതാ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂൾ മികവിന്റെ കേന്ദ്രം പദ്ധതിയുടെ ഭാഗമാവാൻ നമ്മുടെ സ്കൂളിനും സാധിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിനൊപ്പം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വിശാലമായ ക്ലാസ് മുറികളാണ് കുഞ്ഞുങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നത്. ഈ വന്നു ചേർന്ന പുതുമകൾ എല്ലാ അർത്ഥത്തിലുമുള്ള മാറ്റത്തിന്റെ തുടക്കമായിരിക്കണം. തീർച്ചയായും നമുക്കതിന് സാധിക്കും. വൈകാതെ തന്നെ നമുക്ക് ഒത്തുചേരാം. ആശങ്കകളെല്ലാം മാറ്റിവെച്ച് പ്രതീക്ഷയോടെ, നിറഞ്ഞ മനസ്സോടെ നമുക്ക് കാത്തിരിക്കാം. നിർമ്മിച്ച 18 ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു. അനുഭവിക്കാൻ കഴിയും. ഞാൻ നോക്കിയാൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ സ്കൂളിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ഉമ്മർ സർ, ജില്ലാ വിദ്യാഭ്യാസ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സുധാകരൻ സർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആസി ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അജിത ടീച്ചർ തുടങ്ങി സമൂഹത്തിലുള്ള വിവിധ മേഖലകളിലുള്ള പല വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്നത് നമ്മുടെ കുട്ടികളുടെ നിറസാന്നിധ്യത്തിലായിരുന്നു. കുട്ടികൾ നമ്മുടെ ഈ ഉദ്ഘാടന വേളയിൽ ഇല്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഉദ്ഘാടനത്തിന്റെ നിറം കെടുത്തുന്നത്. ടിവിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു ദിവസം കൂടിയാണെന്ന്, അല്ലേ? തീർച്ചയായും. നമ്മുടെ DEO ഷാജൻ സാർ നമ്മുടെ മിഠായി ടിവിക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജൻ KS, മലപ്പുറം DEO.
പാണ്ടിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ കുട്ടികൾക്കായി ചക്കരമിഠായി എന്നൊരു TV ചാനൽ തുടങ്ങിയതായി അറിഞ്ഞു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തികച്ചും മാതൃകാപരമായ ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ മുന്നിട്ടിറങ്ങിയ പ്രധാന അധ്യാപികയെയും മറ്റധ്യാപകരെയും കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. സർ, അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി നീക്കിവെച്ചതിന് ഹൃദ്യമായ നന്ദി. നവംബർ 1 കേരളപ്പിറവി. കേരളപ്പിറവിയോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ ക്ലബ്ബുകൾ വിവിധ തരം പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ശരി ദേവിക, എന്നാൽ നമുക്ക് അഫിദയെ വിളിച്ച് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ നമ്മുടെ സ്കൂളിന്റെ വിശേഷങ്ങൾ എന്നുള്ളത്. ദേവിക, കേരളത്തിൻ്റെ 64ാം ജന്മദിനം ഈ കോവിഡ് കാലത്തും നമ്മുടെ കൂട്ടുകാർ നവംബർ 1 വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് ക്ലബ് നടത്തിയ പോസ്റ്റർ രചനാ മത്സരവും വിജയികൾക്കായുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളും വളരെ ശ്രദ്ധേയമായി. വിദ്യാരംഗം കലാസാഹിത്യവേദിയും മലയാള ക്ലബ്ബും കേരളപ്പിറവി ദിനം വർണ്ണമനോഹരമാക്കി. കേരളത്തിനെ പ്രദർശിപ്പിക്കുന്ന ഡോക്യുമെൻ്ററിയും കവിതാലാപനവും പ്രഭാഷണങ്ങളും കൊണ്ട് ഓരോ കൂട്ടുകാരും ഈ ദിനത്തെ അവിസ്മരണീയമാക്കി. കൊച്ചുഭൂമി ഭാരത നാടിലെ പുണ്യഭൂമി, പാദം മറച്ചു നീ കഥയിൽ മൗനം നിറച്ചിരിക്കുമ്പോഴും അകലെ ആകാശ സീമയിൽ ചായുന്ന പകലുവറ്റി പതുക്കെ മായുന്നൊരാ പ്രണയ സൂര്യൻ ചുവപ്പിച്ചു നിർത്തിയകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ, മക്കളായി 4 പേരുണ്ടെങ്കിലും അമ്മയേകയാണേകയാണിയൂഴിൽ. അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ അമ്മ ഭാരമായി തീർന്നുവോ 4 പേർക്കും. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കായി പിരിഞ്ഞുപോയി. എന്നുടെ തല വേണം അങ്ങേക്കു മുക്തിക്കെങ്കിൽ അന്യൂന ഭവാതംഗ വൃത്തരേ കൊൽവാനെങ്കിൽ. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. അന്ന് തന്നെയാണ് മാതൃഭാഷാ ദിനം. മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. അത് നമുക്ക് പെറ്റമ്മയ്ക്ക് തുല്യമാണ്. മലനാടും ഇടനാടും തീരപ്രദേശങ്ങളും ചേർന്നൊരുക്കിയ വിദേശികളുടെ പറുദീസയാണ് നമ്മുടെ കേരളം. 1956 ശേഷം നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയപരമായും സാമ്പത്തികമായും സാമുദായികമായും സാമൂഹികമായും സാംസ്കാരികമായും ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും നമ്മുടെ കൊച്ചു കേരളം രാജ്യത്തിനും ലോകത്തിന് തന്നെയും മാതൃകയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടുചോലയുമാ മണിമേടും. ശ്രീ ഗോപാലകൃഷ്ണൻ കോലയുടെ പ്രശസ്തമായ ഈ കവിതാശകലം കേരളത്തിന്റെ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്നതാണ്. കഥകളിയും തെയ്യവും കൂടിയാട്ടവും പോലെയുള്ള കലകളും കളരിപ്പയറ്റും വള്ളം കളിയും പോലെയുള്ള വിനോദങ്ങളും പൂരവുമൊക്കെ മലയാളിയുടെ മാത്രം സ്വകാര്യ അഹങ്കാരങ്ങളാണ്. എത്ര മനോഹരമായ ഭൂപ്രദേശമാണ് നമ്മുടെ ഈ കേരളം. പ്രകൃതി കനിഞ്ഞു നൽകിയ സമ്പത്തും അഴകും അപൂർവതകളും കൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന കേരളം തികച്ചും ആ പേരിന് അർഹം തന്നെ. കേരളവൃക്ഷങ്ങളുടെ നാടാണല്ലോ കേരളം. മനോഹരമായ കായൽ പരപ്പ്, കടൽ തീരങ്ങൾ, പരിമളം പരത്തുന്ന വനപ്രദേശം തുടങ്ങി എന്റെ കേരളത്തെ എത്ര വർണ്ണിച്ചാലും അധികമാവില്ല.
അതുമാത്രമല്ല കലാകായികവും സാംസ്കാരിക മേഖലകളിലും ഖ്യാതി നേടിയതാണ് എന്റെ നാട്. കഥകളി, കൂടിയാട്ടം, വള്ളംകളി, കളരിപ്പയറ്റ് എന്നിവ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. കുഞ്ചനും ചെറുശ്ശേരിയും കാവ്യമെഴുതിയ നമ്മുടെ കേരളം രൂപീകരണ സമയത്ത് വെറും 5 ജില്ലകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 14 ജില്ലകളായി മാറിയിരിക്കുന്നു. വിവിധ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൻ്റെ ഭൂപടം നിർമ്മിച്ചുകൊണ്ട് SS ക്ലബ് ശ്രദ്ധ നേടി. UP വിഭാഗത്തിൽ SS ക്ലബ് കേരളത്തെക്കുറിച്ചുള്ള പതിപ്പ് തയ്യാറാക്കി. മലയാള വിഭാഗം നടത്തിയ കേരളവും കോവിഡും എന്ന കവിത രചനാ മത്സരത്തിൽ കുട്ടികൾ മത്സരബുദ്ധിയോടെ പങ്കെടുത്തു. മത്സരത്തിലെ വിജയികളായ കുട്ടികൾക്ക് ഹെഡ് മിസ്ട്രസ് ശ്രീമതി സൈദത്തുൽ സുഹറ ടീച്ചർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് കുട്ടി പോലീസ്. ഇനി നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ട് മാർച്ച് ഫാസ്റ്റിന്റെയും പരേഡിന്റെയും ശബ്ദം കൊണ്ട് മുഖരിതമാവും. നമുക്ക് ആ കുട്ടി പോലീസിന്റെ കഥയൊന്ന് കേട്ടാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. അച്ചടക്കമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ കഴിയൂ എന്ന മഹത് വചനം വളരെ പ്രസക്തിയേറിയതാണ്. അച്ചടക്കമുള്ള ഒരു ജനക്കൂട്ടം ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായി മാറണമെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവനിൽ വന്നു ചേരേണ്ട ഗുണങ്ങൾ കണ്ടെത്തണം. SPC ജീവിത അച്ചടക്കത്തിലേക്ക് ഓരോ ചുവടും വെച്ച് കയറുമ്പോൾ ഇവിടെ പൂർണ്ണതയിലെത്തുന്നത് ഒരു രാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു. ഞാൻ അനിത. ഞാൻ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ്. SPC പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ADA ആയി പ്രവർത്തിക്കുന്നുണ്ട്. പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് 2010
കേരളത്തിൽ രൂപം കൊടുത്ത ഒരു പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി അഥവാ SPC പദ്ധതി. വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം, പരിസ്ഥിതി സംരക്ഷണ ബോധം, സഹജീവി സ്നേഹം എന്നിവ വളർത്തുക എന്ന ലക്ഷ്യം കൂടി ഈ പദ്ധതിക്കുണ്ട്. ഇതിന് പിന്തുണയായി വനം, എക്സൈസ്, ഗതാഗതം എന്നീ ഡിപ്പാർട്ട്മെന്റുകളുടെ പിന്തുണ ഈ പദ്ധതിക്ക് കിട്ടിയിട്ടുണ്ട്. സ്വഭാവശുദ്ധിയിലും പെരുമാറ്റത്തിലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അച്ചടക്കശീലവും നിയമം അനുസരിക്കുന്നതുമായ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. നിയമത്തോടുള്ള ആദരവ്, നാഗരിക ബോധം, സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളോടുള്ള സഹാനുഭൂതി, സാമൂഹിക തിന്മയോടുള്ള ചെറുത്തുനിൽപ്പ് എന്നിവ ആജീവനാന്ത വ്യക്തിഗത ശീലങ്ങളായി പ്രകടിപ്പിക്കുന്ന ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി വിദ്യാർത്ഥികളെ വികസിപ്പിക്കുന്നതിനുള്ള പരിപാടികളുമായി 2010 ഓഗസ്റ്റ് 2-ാം തീയതി കേരളത്തിലെ ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്ന സ്കൂൾ സംരംഭത്തിന് നാന്ദി കുറിക്കുമ്പോൾ കേരള വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ഭാരതീയ വിദ്യാഭ്യാസ മേഖലയിലും പുതിയൊരു തുടക്കമായിരുന്നു ഇത്. 2020-21 വർഷത്തിൽ പാണ്ടിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിന് SPC സാങ്ഷൻ ആയിട്ടുണ്ടെങ്കിലും ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്ത് നമുക്കത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കൊപ്പം തന്നെ സേവന സന്നദ്ധത വളർത്തുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് ഇതിൽ നാം ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടി എല്ലാ കുട്ടികളും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി അതിൻ്റെ ലക്ഷ്യപ്രാപ്തീകരണത്തിന് വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും വളരെ നല്ല രീതിയിൽ ഉത്സുകരായിക്കൊണ്ട് തന്നെ പങ്കെടുക്കേണ്ടതാണ്. അതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPCയുടെ ഭാഗമാവുകയാണ്. ഇനി നമ്മുടെ സ്കൂളിലും മാർച്ച് പാസ്റ്റും പരേഡുമൊക്കെ സജീവമാകുമ്പോൾ നമ്മളും വർഷങ്ങളായി കൊണ്ടുനടന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ഷിബു, പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം അധ്യാപകനാണ്. നിലവിൽ പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പദ്ധതിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായി പ്രവർത്തിച്ചു വരുന്നു. പാണ്ടിക്കാട് സ്കൂളിൽ 2019-20 സാമ്പത്തിക വർഷത്തിലാണ് ആദ്യത്തെ SPC യൂണിറ്റ് നിലവിൽ വരുന്നത്. ആദ്യഘട്ടത്തിൽ 8ാം ക്ലാസ്സിലെ 22 ആൺകുട്ടികൾക്കും 22 പെൺകുട്ടികൾക്കുമാണ് SPC പദ്ധതിയിൽ പ്രവേശനം അനുവദിച്ചത്. വളരട്ടെ പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും പ്രകൃതി സ്നേഹവും സ്വഭാവശുദ്ധിയും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൃദുല, പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി വിഭാഗം അധ്യാപികയാണ്. വിനയം, അച്ചടക്കം, ആത്മാർത്ഥത, വിവേകം, ധൈര്യം, കാര്യക്ഷമത ഇവയെല്ലാം നമ്മളെല്ലാവരും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങളാണ്. ഇവയെല്ലാം ചെറുപ്പം മുതലേ നാം ശീലിക്കേണ്ടതാണ്. ഭാവി പൗരന്മാരെന്ന നിലയിൽ ഒരു ജനാധിപത്യ സമൂഹത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കാൻ കേരള ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്. മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാതൃകാ വിദ്യാർത്ഥി സമൂഹമാണ് ഇവിടെ വളരേണ്ടത്. ഹൃദയത്തിൽ ചേർത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം പാണ്ടിക്കാടിന്റെ മണ്ണിലേക്ക് SPCയെ. കേരളപ്പിറവിയോടനുബന്ധിച്ച് മിഠായി TVയിലേക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ലഭിച്ചിട്ടുണ്ടല്ലേ ഹൃദയ? അതെ. ശ്യാമസുന്ദര കിരകിദാര ഭൂമി മമ ജീവിത ഫലദാന സുന്ദര ഭൂമി.
9Kയിലെ അതുല്യയുടെ നൃത്തമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മുടെ സ്കൂളിലെ 5C ക്ലാസ്സിലെ അശ്മിൻ കേരളത്തെക്കുറിച്ച് മനോഹരമായി പാടിയ ഒരു പാട്ട് കേൾക്കാം. നമസ്കാരം. എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങു പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങു പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ഒഴുകും കാട്ടരുവികൾ, പൊന്നണിഞ്ഞ വയലുകളും, കടലല ഉമ്മ വയ്ക്കും എൻ്റെ കേരളം. ഒഴുകും കാട്ടരുവികൾ, പൊന്നണിഞ്ഞ വയലുകളും, കടലല ഉമ്മ വയ്ക്കും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. പുഞ്ചവയൽ പടങ്ങൾ കതിരണിയും കാലത്ത്, പെണ്ണാൾ കൊയ്ത്തരി വാളുമേന്തി നിരന്നു നീങ്ങുന്നു. പുഞ്ചവയൽ പടങ്ങൾ കതിരണിയും കാലത്ത്, പെണ്ണാൾ കൊയ്ത്തരി വാളുമേന്തി നിരന്നു നീങ്ങുന്നു. മലനാടും സഖികളും തിരയും തീരവും എന്നു ചേർന്ന് കൈകൾ കോർക്കും എൻ്റെ കേരളം. മലനാടും സഖികളും തിരയും തീരവും ഒന്നു ചേർന്നു കൈകൾ കോർക്കും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. മാവേലി തമ്പുരാൻ എഴുന്നള്ളുന്നാടിത്, കേരം തെൻകുഴ താളവുമേന്തി നിരന്നു നീങ്ങുന്നു. മാവേലി തമ്പുരാൻ എഴുന്നള്ളുന്നാടിത്, കേരം തെൻകുഴ താളവുമേന്തി നിരന്നു നീങ്ങുന്നു. പേരാറും സഖികളും ഒഴുകും നാടിത്, എല്ലാവർക്കും ഒരുമ നേരും എൻ്റെ കേരളം. പേരാറു സഖികളും ഒഴുകും നാടിത്, എല്ലാവർക്കും ഒരുമ നേരും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. നന്ദി. കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാടൻ പാട്ടുകൾ നമ്മെ എന്നും ആവേശം കൊള്ളിക്കാറുണ്ട്. 8Aയിലെ ഷിംനാമോൾ. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കാണോരച്ച പോലെ, അഞ്ചമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു, അപ്പൻ തന്നല്ലേ പറയാറുള്ളു. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കാര കീടകം തിന്നാനും കുടിക്കാനുമില്ലാത്ത കാലം, നീ അന്നു നീന്തി നടക്കണ കാലം, അടിവച്ച് വീണ് കരയണ പ്രായം, വറുതിക്കു തീർപ്പ് കാലിപ്പിച്ചമ്രാൻ, ഉണ്ണീടമ്മനെ കരുനീറുത്താൻ, ഉണ്ണീടമ്മനെ കരുനീറുത്താൻ. എന്തേനാണമ്മേനെ കരുനീറുത്തി, പകരത്തിനപ്പനന്തേ പോകാഞ്ഞത്. എന്തേനാണമ്മേനെ
വിളക്കെടുത്ത് എന്തിനാണമ്മ കരുവായത്, എന്തിനാണമ്മ കരുവായത്. പെണ്ണിന്റെ ചോര വീണാലത്രേ പാലത്തിൻ തൂണ് ഉറക്കുള്ളോന്ന്. പെണ്ണിന്റെ ചോര വീണാലത്രേ പാലത്തിൻ തൂണ് ഉറക്കുള്ളോന്ന്. തമ്പ്രാന്റെ വാക്കിനെതിർവാക്കില്ല, എന്റെ കേടാത്തോളെ കൊണ്ടും പോയി. അൻ്റമ്മ മണ്ണോട് മണ്ണുമായി. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. കേരളം പച്ചപ്പിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും പുഴകളുടെയും നാടാണ്. ഇതുപോലുള്ള സ്ഥലം നമ്മുടെ നാട്ടിലുമുണ്ട്. ഈ ലക്കത്തിൽ ഞാൻ കണ്ട സ്ഥലം എന്ന പേരിൽ ഇത്തരം ദൃശ്യങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതെ, നമ്മുടെ സ്കൂളിലെ 5A ക്ലാസ്സിലെ ആയിഷ ജൽവ കണ്ട നമ്മുടെ നാട്ടിലെ മനോഹരമായൊരു സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരണം കേട്ടാലോ? ഹായ് ഫ്രണ്ട്സ്, ഐ എം ഐഷ ജൽവ. ഞാൻ 5th പഠിക്കുന്നത്. ഇത് നമ്മളുടെ പാണ്ടിക്കാട് തന്നെ, നമ്മളുടെ കാലങ്കാവ് ഭാഗത്ത് ഒരു വലിയൊരു ഉയരത്തിലുള്ളൊരു സ്ഥലമാണ്. ഉയരെന്ന് പറഞ്ഞാൽ അധികം ഉയരില്ല. ഒന്ന് നോക്കി എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ? എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. നല്ല കാറ്റും വെളിച്ചെല്ലാം ഉണ്ടാകുന്നത്. ഇതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ടാണ്. ഈ ഒരു റോഡൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട്, പക്ഷേ ഈ റോഡൊന്നും കാണാത്തത് ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ്. അപ്പോൾ അവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ഇവിടേക്ക് വരാനായിട്ട്. പിന്നെ ഇതിൻ്റെ നേരെ അടിഭാഗത്താണ്. അവിടേക്ക് നമുക്ക് വരാം, പക്ഷേ അവിടുന്ന് ഇതുപോലെയൊന്നൊരു സീനറി അവിടെ ഒന്നും അങ്ങനെയല്ല, കാണാനൊക്കെ കഴിയും. പക്ഷേ എന്തായാലും വന്നതാണല്ലോ, നമുക്ക് ഇവിടേക്കൊക്കെ വരാമല്ലോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സീനറി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ പാണ്ടിക്കാട് തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാൻ, നമ്മുടെ സ്കൂൾ, നമ്മുടെ ഹൈസ്കൂൾ തന്നെ അതേ അവിടെ ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മുടെ ഹൈസ്കൂൾ നിൽക്കുന്നത്. എല്ലാവരും കണ്ടിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് കണ്ടില്ലേ? അതാണ് നമ്മുടെ ഹൈസ്കൂള്. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും വന്ന് നോക്കുക. കുറേ ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നമ്മുടെ സ്കൂളിലേക്ക് ഇവിടെ നിന്ന്. ഇവിടെ ഇതാ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇത് കണ്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നു. നമ്മുടെ പാണ്ടിക്കാട് തന്നെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടല്ലോ അല്ലേ? അതെ, പാണ്ടിക്കാട് ഇങ്ങനെ പോവാറൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇങ്ങനെ നമ്മളൊരു ഈ ഒരു ഹൈയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത് ഒരു ഭംഗിയാണ്. അവിടെ ഞങ്ങളുടെ ബൈക്കൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ബൈക്ക് അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ബൈക്ക് അവിടെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറേ നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ്. അവിടെ ഒരു ടവർ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതേ കണ്ടില്ലേ, ബ്രീസ് ടൈപ്പിലാണ് നമ്മുടെ കാറ്റിങ്ങനെ വിൻഡിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കൂൾ ടൈമാണ്. ഈ ഒരു എല്ലാ സ്ഥലവും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതാ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട്, കുറേ മരങ്ങൾ. പിന്നെ ഇതാ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാണ്ടിക്കാട് ടൗൺ ആണ് കേട്ടോ. ഇത് കണ്ടാൽ തോന്നുന്നില്ല, കാരണം കുറേ മരങ്ങളാണ് ഉള്ളത്. പിന്നെ അതാ അവിടെ ഒരു പള്ളി ഉണ്ട്. അത് ഏതാ പള്ളി എനിക്കറിയത്തില്ല. കണ്ടില്ലേ, ഒരു പള്ളി കാണുന്നുണ്ട്. പിന്നെ അതാ കുറേ വാഴത്തോട്ടങ്ങളും, പിന്നെ അതാ കുറേ ഒരു ഷെഡ് പോലെയുള്ള സ്ഥലമുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല മലകളും നല്ലൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇത് അതിന് അപ്പോൾ
ഇത് കണ്ടില്ലേ, ആ ഒരു കയറ്റത്തിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കൂടെ കാണണം, എന്നാലും നമുക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. ഞാൻ കുറേ കഷ്ടപ്പെട്ട കയറിയത്, അതുപോലെ നമുക്ക് എന്തായാലും എല്ലാവരും ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുക. എല്ലാവർക്കും നല്ല ഭംഗി. പക്ഷേ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ബൈക്കൊന്നും കയറത്തില്ല. നമ്മൾ നടന്ന് വലിയൊരു കയറ്റായിരിക്കും, അത് കയറേണ്ടി വരും. കുറേ കാട്ടിക്കൂടെ എല്ലാ സ്ഥലത്തേയും കൂടെ കയറേണ്ടി വരും. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. അതിലേക്കും ബൈ, താങ്ക് യു. നമുക്കെല്ലാവർക്കും ജന്മന പലതരം കഴിവുകൾ കിട്ടാറുണ്ട്. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ചിത്രം വരയ്ക്കാനും അങ്ങനെ പലതരം കഴിവുകൾ. 7Cയിലെ നിതാശ്വരന്റെ മുത്തുകൾ കൊണ്ടുള്ള ചില കരവിരുതുകൾ കാണാം. അടുത്ത എപ്പിസോഡിൽ ഇതിലും വ്യത്യസ്തമായ പരിപാടികളുമായി വീണ്ടും കാണാം. ബൈ.